Hi friends, it's me Sanuf. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയറെ പറ്റിയിട്ടാണ്. ഇസ്രായേൽ കമ്പനിയായ NSO വികസിപ്പിച്ച ഈ ഒരു സ്പൈവെയർ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രത്തോളം ചർച്ചാ വിഷയമാകണം? ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഈ ഒരു സ്പൈവെയറും ഇതിന് പിറകിലുള്ള വാർത്തയും എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ എന്തായാലും മുഴുവനായി കാണുക. കാരണം നമ്മൾ ഓരോരുത്തരെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബാധിക്കുന്ന ഈ ഒരു വാർത്തയും ഇതിന് പിറകിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അവസാന മാസങ്ങളിൽ ഇന്ത്യയിൽ വളരെയധികം കോൺട്രവേഴ്സി സൃഷ്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡേഴ്സിന്റെയും പല മാധ്യമപ്രവർത്തകരുടെയും വാട്സപ്പ് ചാറ്റ് ലീക്ക് ആവുന്നുണ്ടെന്ന് വാട്സപ്പ് തന്നെ കണ്ടെത്തുകയും അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്ത അന്ന് പുറത്തു വന്നപ്പോൾ ഓപ്പോസിഷൻ ലീഡേഴ്സ് ഒക്കെ ഉന്നയിച്ച ആരോപണം ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും മാധ്യമപ്രവർത്തകരെയും ചാരപ്രവൃത്തി നടത്തുകയാണെന്നായിരുന്നു. പിന്നീട് ഇതിന് പിറകിൽ കുറേയധികം ചർച്ചകൾ നടന്നു. പക്ഷെ പിന്നീട് ആ വാർത്ത അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ അന്ന് നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് ചൈന നടപ്പാക്കുന്ന സൈബർ ആക്രമണങ്ങളും ചൈനയുടെ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സ്പൈ നെറ്റ്വർക്കും ഇന്ത്യയുടെ ഒരു സൈബർ സെക്യൂരിറ്റിയിലെ മേധാവിത്വത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മുടെ ചാനൽ ഇതിനു മുമ്പത്തെ പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആ വീഡിയോസിലൊന്നും കാര്യമായിട്ടുള്ള വ്യൂസ് ഇല്ല, ഇന്നും കാര്യമായിട്ടുള്ള വ്യൂസ് ഒന്നുമില്ല. പക്ഷെ അന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ആ വീഡിയോയുടെ 2ാമത്തെ മിനിറ്റ് മുതൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു NSO എന്ന് പറയുന്ന കമ്പനിയുടെ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി കാണുവാൻ സാധിക്കും. അതേ ഒരു NSOയും അതേ ഒരു പെഗാസസും വീണ്ടും കൃത്യം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു പെഗാസസ് എന്നതിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു NSO എന്ന് പറയുന്ന കമ്പനിയെ പറ്റി കൂടെ അറിയേണ്ടതുണ്ട്. ഇത് ഇസ്രായേൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഇത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുകയും ഈ ചാരപ്രവർത്തികൾക്കായിട്ട് ഇസ്രായേൽ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചെടുത്ത ഒരു കമ്പനിയാണ്. ഇത് ക്രമേണ അവരുടെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ നെറ്റ്വർക്ക് പലതരത്തിൽ വ്യാപിക്കുകയും അവസാനം ലോകത്തെ ഏതൊരു വ്യക്തിയുടെയും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പൈവെയർ ഇവർ വികസിപ്പിച്ചെടുത്തു. ആ ഒരു സ്പൈവെയർ ആണ് പെഗാസസ്. ഈ പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഐഫോണിനെയാണ്. ഈ പെഗാസസ് ഡെവലപ്പ് ചെയ്ത് തന്നെ ഐഫോണിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. പിന്നീട് ആൻഡ്രോയിഡ് ഫോണുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിന്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഹാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പുതിയൊരു സോഫ്റ്റ്വെയറും ഈ ഒരു കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സോഫ്റ്റ്വെയർ മേ ബി നിങ്ങൾ ചിലരൊന്നും കേട്ടിട്ടുണ്ടാകില്ല. ഇതിനെ ക്രൈസാവോർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പെഗാസസും ക്രൈസാവോറും ഒരു ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളാണ്. ഇവർ രണ്ടുപേരും തന്നെ സഹോദരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇതിനെപ്പറ്റി എന്തുകൊണ്ട് സൂചിപ്പിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പെഗാസസിന്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് 2016 മുതലാണ്. അന്ന് ഈ പെഗാസസിനെ പറ്റി ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ഇതിന് പിറകിലുള്ള പല ഇന്റർനാഷണൽ ലിങ്കുകളെ പറ്റിയും കുറച്ച് വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ പെഗാസസിനെ പറ്റി ലോകം അറിഞ്ഞു തുടങ്ങിയത്? 2016 UAE ബേസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫോണിലോട്ട് സഡൻലി ഒരു മെസ്സേജ് വരികയാണ്. ഈ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ UAE തന്നെ ഇല്ലീഗലായിട്ടും പല ഡിറ്റൻഷൻ ക്യാമ്പുകൾ ഉണ്ടെന്നും അതിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു വാർത്ത വന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് അതൊരു സൈബർ സെക്യൂരിറ്റി ഫേമിന് ഇദ്ദേഹം അയച്ചു കൊടുത്തു. പിന്നീട് ആ ഒരു ഫേം ഇത് കംപ്ലീറ്റ് ആയിട്ട് വിശകലനം ചെയ്തിട്ട് കാനഡ ബേസ് ചെയ്തിട്ടില്ല കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദി സിറ്റിസൺ ലാബിന് കൈമാറുകയും സിറ്റിസൺ ലാബ് ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുകയും ഈ ഒരു സ്പൈവെയറിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും ഇതിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് 2018 പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ നൽകിയിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്, ഓൾമോസ്റ്റ് 45 കൺട്രീസിൽ ഈ ഒരു സ്പൈവെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ സ്പൈവെയർ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ സാധാരണക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു പൈസ കൊടുത്ത് ഇത് വാങ്ങിക്കാൻ
വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പരിചയത്തിലുള്ള ആളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് ആക്ച്വലി ഓൺലി ഫോർ ഗവൺമെന്റ്സ് എന്നാണ് ഈ ഒരു കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ് റിലീസിലും അവരുടെ ഒരു ഒഫീഷ്യൽ പേജിലൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഗവൺമെന്റിന് മാത്രമല്ലാതെ പല ബിസിനസ് ടൈക്കൂൺസിനും പല പ്രൈവറ്റ് കമ്പനീസിനൊക്കെ നൽകിയതായിട്ടും ആരോപണം ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. സോ ഈ കമ്പനിയുടെ ഈ ഒരു സ്പൈവെയർ യൂസ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ചാരപ്രവൃത്തിയാണ് നടത്തുവാൻ സാധിക്കുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, മൈക്ക് വഴി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, ഫോൺ വിളിക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഈ എല്ലാ കാര്യവും വേറൊരാൾ കൂടെ അറിയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പല സെൻസിറ്റീവായ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഫോണിന്റെ ക്യാമറ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ആക്സസ് ചെയ്യാൻ സാധിക്കും, ഇതുവഴി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്യാതെ ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് അത് പിന്നീട് ഈ തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പല രഹസ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ആരും അറിയാതിരിക്കണമെന്ന് കാത്തു സൂക്ഷിക്കുന്നത് അത് തന്നെ പുറം ലോകം അറിയുവാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു സ്പൈവെയർ ആണ് ഈ കമ്പനി വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിന് പല സെൻസിറ്റീവായ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഗവൺമെന്റ് ഓൺലി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സോ ഇത് 45 കൺട്രീസിൽ ലഭ്യമാണെന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കൺട്രിയിൽ ഇന്ത്യയുടെ പേരും അന്ന് ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ആയിട്ടുള്ള എയർടെൽ, ഐഡിയ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറിൽ പോലും ഇത് കൃത്യമായിട്ട് ഒരു മാൽഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി യൂസറിന്റെ ഡീറ്റെയിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർടെൽ നിങ്ങളൊരു കോൾ ചെയ്യണം, നിങ്ങളുടെ ഫോണിൽ എയർടെൽ സിം ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിൽ ഈ സ്പൈവെയർ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അതുവഴി നിങ്ങൾ ആ ഫോണിൽ ആരോട് സംസാരിച്ചു എന്ന് ഒരു റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്ലിപ്പ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സോ ഗവൺമെന്റ്സ് ഈ ഒരു സ്പൈവെയർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകർക്കും ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്ന പല സംഘടനകൾക്കും അതുപോലെ പല ഓപ്പോസിഷൻ ലീഡേഴ്സിനും എതിരാണെന്ന് അന്ന് മുതൽ തന്നെ ആരോപണം ഉയർന്നു വന്നിരുന്നു. സോ 45 കൺട്രീസിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് അമേരിക്കയുടെ തന്നെ പല പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പേരും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ലിസ്റ്റ് 2017 പുറത്തു വന്നപ്പോൾ അതേപോലെ ഒരു പുതിയൊരു ലിസ്റ്റാണ് ഇന്ന് പുറത്തു വന്നത്. ആ ഒരു ലിസ്റ്റാണ് ഇന്ത്യയിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടത് ഫ്രാൻസ് ബേസ് ചെയ്തിട്ടുള്ള മീഡിയ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയ ഫോർബിഡൻ സ്റ്റോറീസും അതുപോലെ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുമാണ്. സോ ഈ ലിസ്റ്റിൽ കൃത്യമായിട്ട് 50,000-ഓളം വരുന്ന പേരുകളും നമ്പേഴ്സും ഉണ്ടെന്നും ഈ നമ്പേഴ്സിൽ ഓൾമോസ്റ്റ് 300 നമ്പേഴ്സ് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പുറത്തുവിട്ട ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഫോണ് പല വാർത്താ മാധ്യമങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ സയന്റിഫിക് ആയിട്ട് തന്നെ ഈ ഒരു ഫോണുകളിൽ ഈ മാൽവെയർ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 13 ഐഫോണിൽ ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ കൈവശമുള്ള ഫോണിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ 9 ഫോണുകളിലും കൃത്യമായിട്ടുള്ള ഈ ഒരു അറ്റാക്ക് നടന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളിലും അതേപോലെ പരിശോധന നടത്തിയപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഫോണിൽ പരിശോധന നടത്തിയപ്പോൾ അതിലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രസൻസ് ഉണ്ടായതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡേഴ്സ്, കറന്റ് കേന്ദ്രമന്ത്രിമാർ, ഇത് കൂടാതെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകൾ, പിന്നെ ഇന്ത്യയുടെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജേർണലിസ്റ്റുകൾ, ഇവരെല്ലാവരും പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഈ പേരൊക്കെ പരിശോധിച്ചപ്പോൾ പല ആൾക്കാർക്കും തോന്നിയ ഒരു സംശയമാണ് ഇത് പ്രധാനമായിട്ടും ഗവൺമെന്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരെയും അടിച്ചമർത്തുവാനായിട്ട് നടപ്പാക്കുന്ന നീക്കമായിരിക്കില്ല എന്നാണ്. സോ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ ഈ ഒരു കമ്പനി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവര് ഗവൺമെന്റിന് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയർ നൽകുകയുള്ളൂ എന്നും ഇത് തേർഡ് പാർട്ടിക്ക് നൽകില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പോസിഷനെല്ലാം ഉന്നയിക്കുന്ന ഒരു ആരോപണം ഗവൺമെന്റ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അവർക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ, ജേർണലിസ്റ്റുകൾ കണ്ടെത്താൻ പോകുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പല ആക്ഷൻസും എടുക്കുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻപത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് ഒരു ആരോപണത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു യുവതി ലൈംഗിക ആരോപണത്തിനെതിരെ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ യുവതിയുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറും ആ യുവതിയുടെ നമ്പറും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടും ഇത് കൃത്യമായിട്ട് തന്നെ ഗവൺമെന്റ് നടപ്പാക്കുന്ന ആസൂത്രണമാണെന്നാണ് ഇതിനോടകം തന്നെ പല വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ കൂടാതെ സൗദി അറേബ്യ, ഹംഗറി എന്നൊക്കെ പറയുന്ന കുറെ കൺട്രീസ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയുടെ രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാനെതിരെ ഉയർന്നു വന്ന ആരോപണമായിരുന്നു ജമാൽ ഖഷോഗിയുടെ മർഡർ. ഈ ജമാൽ ഖഷോഗി കൊല്ലപ്പെടുന്നതിന് 6 മാസം മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഭാവി വധുവിന്റെ ഫോൺ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ വഴി ഹാക്ക് നടത്തുവാനായിട്ട് ശ്രമിച്ചതായിട്ടും ആരോപണം ഉയരുന്നുണ്ട്. സോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെയധികം ഗുരുതരമായ
ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കറന്റ് യൂണിയൻ ഗവൺമെന്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു ആരോപണത്തെ എങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിജീവിക്കാൻ പോകുന്നതെന്നും ഇതിനെതിരെ ഓപ്പോസിഷൻ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടപ്പാക്കുമോ ഇല്ല ഇത് വെറുമൊരു വാർത്തയായിട്ട് അവരും തള്ളിക്കളയുമോ, അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിദഗ്ധർ പോലും ഉന്നയിക്കുന്നത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ മേ ബി പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്രശ്നത്തിലൂടെ സംഭവിച്ചേക്കാമെന്നും ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ വിഷയം കാര്യമായിട്ടുള്ള ഒരു പ്രതിധ്വനി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നാണോ, ഇല്ല ഇത് വെറുതെ ഒരു വാർത്തയായിട്ട് തൽക്കാലം കൊണ്ടുപോകുമെന്നാണോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബിൽഡപ്പ് ഇല്ലാതാവുമെന്നാണോ? ഇതിനെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.